ഹായ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങളെ ഏറ്റവും അലട്ടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കോമൺ നെയിംസ് തന്നെയാണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ IUPAC നോമൻക്ലേച്ചർ എല്ലാവർക്കും ഏകദേശം അറിയാമെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കോമൺ നെയിംസിൽ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നിയോപെന്റൈൽ, ഹെപ്റ്റൈൻ, സെക്കൻഡറി ബ്യൂട്ടൈൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണുള്ളത്, അതായത് നിയോ, സെക്ക്, ഐസോ എന്താണ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്താണ്, എല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്ന വീഡിയോ ആണ് ഇത്. കോമൺ നെയിം ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനെ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നുള്ളതാണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടേണറി എന്ന് പറഞ്ഞാൽ കാർബണുകളുടെ എണ്ണവും വെച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഉണ്ടായിരിക്കുക. റെഡി? പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒരു കാർബണാണ്, ഓർത്ത് വെച്ചോളൂ. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ 2 കാർബണുകളാണ്. അതിനോടൊപ്പം തന്നെ ടെർഷറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 കാർബണുകളും. ക്വാട്ടേണറി എന്ന് പറഞ്ഞാൽ 4 കാർബണും. ഈ എണ്ണം വെച്ചോളൂ. ഒന്നുകൂടെ പറയുന്നുണ്ട്. പ്രൈമറി 1 കാർബൺ, സെക്കൻഡറി 2 കാർബൺ, ടെർഷറി 3 കാർബൺ, ക്വാട്ടേണറി 4 കാർബൺ. ഓക്കെ ആയില്ലേ? ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തരാം. ആ കോമ്പൗണ്ട് തന്നിട്ട് അതിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി കാർബണുകളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നുണ്ട്. CH3, CH2, CH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് പ്രൊപ്പൈൻ ആണിത്. ഇതിൽ ആദ്യത്തെ കാർബൺ വേറെ എത്ര കാർബണുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്? ആദ്യത്തെ ഈ കാർബൺ ഒരൊറ്റ കാർബൺ മാത്രമായിട്ടേ കണക്ട് ആയിട്ടുള്ളൂ. സർ, 2 കാർബണുമായിട്ട് കണക്ട് ആയിട്ടില്ലേ? ഇല്ല. ഈ ഒരു കാർബൺ ഇവിടെ ഇല്ല, ഈ കാർബൺ മാത്രമായിട്ടേ കണക്ട് ആയിട്ടുള്ളൂ. ഈ കാർബൺ ഇതിലാണ് കണക്ട് ആയിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ അവസാനം കിടക്കുന്ന ഈ ഒരു കാർബൺ വേറെ ഒരൊറ്റ കാർബൺ മാത്രമായിട്ടേ കണക്ട് ആയിട്ടുള്ളൂ എങ്കിൽ നമുക്കിതിനെ വിളിക്കാം പ്രൈമറി. അതൊരു പ്രൈമറി കാർബൺ ആണ്. രണ്ടാമത്തെ കാർബൺ എടുക്കുക. ഈ രണ്ടാമത്തെ കാർബൺ എത്ര കാർബണുമായിട്ട് കണക്ട് ആയിരിക്കുന്നു? ഈ ഒരു കാർബണുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്, ഈ ഒരു കാർബണുമായിട്ട് കണക്ട് ആയിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സെക്കൻഡറി കാർബൺ എന്ന് വിളിക്കാം. ഈ കാർബൺ നമുക്ക് സെക്കൻഡറി കാർബൺ എന്ന് വിളിക്കാം. മൂന്നാമത്തെ കാർബൺ എത്ര കാർബണുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്? ഈ കാർബൺ വേറെ ഒരൊറ്റ കാർബൺ മാത്രമായിട്ട് കണക്ട് ആയിട്ടുള്ളൂ. അതിനാൽ തന്നെ നമുക്ക് ഇതിനെ പ്രൈമറി കാർബൺ എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ H2, 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 CH3, CH2, CH2 ഹൈഡ്രജനുകളെ നിറച്ചുകൊണ്ട് മൊത്തത്തിൽ ലഭിക്കൽ മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പറയുന്ന എക്സാമ്പിൾസിൽ ഒന്നും തന്നെ ഞാൻ ഹൈഡ്രജനെ വെക്കുന്നില്ല. വേണ്ട അളവ് ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ഞാൻ കോമ്പൗണ്ടിൽ എന്ത് വെക്കുന്നില്ല? ഹൈഡ്രജനെ വെക്കുന്നില്ല. കാർബണുകളെ മാത്രം വെച്ചുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് മെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി എത്ര പ്രൈമറി കാർബൺ ഉണ്ട്, എത്ര സെക്കൻഡറി കാർബൺ ഉണ്ട് എന്നുള്ളത്. ഈ കാർബൺ വേറെ ഒരൊറ്റ കാർബൺ മാത്രമായിട്ട് കണക്ട് ആയിട്ടുള്ളൂ. അതിനാൽ തന്നെ ഇതിനെ പ്രൈമറി കാർബൺ എന്ന് വിളിക്കാം. ഈ അവസാനം കിടക്കുന്ന കാർബണും ഈ ഒരൊറ്റ കാർബൺ മാത്രമായിട്ടേ കണക്ട് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് പ്രൈമറി കാർബൺ എന്ന് വിളിക്കാം. ഈ കാർബൺ എന്ന് പറയുന്നത് വേറെ 2 കാർബണുമായിട്ട് കണക്ട് ആയതുകൊണ്ട് നമുക്ക് അതിനെ സെക്കൻഡറി കാർബൺ എന്ന് വിളിക്കാം. ഇതേപോലെ ഈ കാർബണും വേറെ 2 കാർബണുമായിട്ട് കണക്ട് ആയതുകൊണ്ട് അതിനെ നമുക്ക് സെക്കൻഡറി കാർബൺ എന്ന് വിളിക്കാം. അപ്പോൾ 2 കാർബണുമായിട്ട് കണക്ട് ആയാൽ സെക്കൻഡറി, ഒരൊറ്റ കാർബൺ മാത്രമായിട്ട് കണക്ട് ആയാൽ അത് പ്രൈമറി ആണ്. അപ്പോൾ അടുത്തൊരു എക്സാമ്പിളിലൂടെ ഞാൻ കിടക്കുന്നുണ്ട്. വേഗം നിങ്ങൾ തന്നെ ഏതൊക്കെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്നുള്ള കാര്യം ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഫസ്റ്റ് കിടക്കുന്ന കാർബൺ വേറെ ഒറ്റ കാർബൺ മാത്രമായിട്ട് കണക്ട് ആയിട്ടുള്ളൂ എങ്കിൽ ഇതിനെ നമുക്ക് പ്രൈമറി എന്ന് വിളിക്കാം. രണ്ടാമത്തെ കാർബൺ എടുക്കുകയാണെങ്കിൽ വേറെ 2 കാർബണുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനെ സെക്കൻഡറി എന്ന് വിളിക്കാം. സെക്കൻഡറി കാർബൺ ആണത്. ഈ കാർബൺ വേറെ 2 കാർബണുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡറി കാർബൺ എന്ന് വിളിക്കാം. ഇവിടെ കിടക്കുന്ന ഈ കാർബൺ വേറെ 1, 2, 3 കാർബണുമായിട്ടും കണക്ട് ആയിട്ടുണ്ട്. ഈ കാർബൺ വേറെയുള്ള 1, 2, 3 കാർബണുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ടെർഷറി എന്ന് വിളിക്കാം. അത് ടെർഷറി കാർബൺ ആണ്. ഈ കാർബൺ എന്താണ്? ടെർഷറി കാർബൺ ആണ്. ഈ കാർബൺ ഈ ഒരൊറ്റ കാർബൺ മാത്രമായിട്ടേ കണക്ട് ആയിട്ടുള്ളൂ എങ്കിൽ ഇത് പ്രൈമറി കാർബൺ ആണ്. ഈ കാർബൺ വേറെ ഒരൊറ്റ കാർബൺ മാത്രമായിട്ടേ കണക്ട് ആയിട്ടുള്ളൂ എങ്കിൽ അവസാനത്തെ കാർബൺ എന്താണ്? പ്രൈമറി കാർബൺ ആണ്. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അടുത്തൊരു കോമ്പൗണ്ട് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഒന്ന് വേഗം പറഞ്ഞേ. ഇതിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഒന്ന് വേഗം പറഞ്ഞേ. ഈ കാർബൺ അറ്റത്ത് കിടക്കുന്ന കാർബണുകളൊക്കെ എല്ലാം തന്നെ വേറെ ഒരൊറ്റ കാർബൺ മാത്രമായിട്ടേ കണക്ട് ആയിട്ടുള്ളൂ എങ്കിൽ ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാർബണുകളെല്ലാം എന്താണ്? പ്രൈമറി കാർബണുകളാണ്. ഇത് പ്രൈമറി കാർബൺ ആണ്, ഇത് പ്രൈമറി കാർബൺ ആണ്, ഇത് പ്രൈമറി കാർബൺ ആണ്, ഇത് പ്രൈമറി കാർബൺ ആണ്, ഇത് പ്രൈമറി കാർബൺ ആണ്. അല്ലേ? ഇവരെല്ലാവരും വേറെ ഒരൊറ്റ കാർബൺ മാത്രമായിട്ട് കണക്ട് ആയിട്ടുള്ളൂ. ഈ കാർബൺ വേറെ 2 കാർബണുമായിട്ട് കണക്ട് ആയിട്ടുണ്ട് എങ്കിൽ ഇതിനെ സെക്കൻഡറി കാർബൺ എന്ന് വിളിക്കാം. ഈ കാർബൺ വേറെ 1, 2 അല്ലേ 2, 3 കാർബണുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഈ കാർബൺ വേറെ 1, 2, 3 കാർബണുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇതിനെ ടെർഷറി കാർബൺ എന്നാണ് വിളിക്കുന്നത്. അടുത്ത കാർബൺ നോക്കിക്കേ. ട്വിസ്റ്റ്. ഈ കാർബൺ നോക്കിക്കേ. ഈ കാർബൺ ഈ സെൻട്രലുള്ള ഈ കാർബൺ 1, 2, 3, 4 കാർബണുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് എന്താ പറയുക? ക്വാട്ടേണറി കാർബൺ എന്നാണ് പറയുക. Q എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ക്വാട്ടേണറി കാർബൺ. റെഡി? അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഏതാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കാർബൺ വേറെ എത്ര കാർബണുമായിട്ട് കണക്ട് ആയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറയുക. കാർബൺ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ്, ഈ OH എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ആയിരിക്കുന്ന കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുക. ഈ ആൽഫ കാർബൺ വേറെ ഒരൊറ്റ കാർബണുമായിട്ട് കണക്ട് ചെയ്താൽ അത് പ്രൈമറി ആൽക്കഹോൾ ആണ്. 2 കാർബണുമായിട്ട് കണക്ട് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോൾ ആണ്. 3 കാർബണുമായിട്ട് കണക്ട് ചെയ്താൽ അതിന് ടെർഷറി
ആൽക്കഹോൾ ആണ് എന്നാണ് പറയുക. ഓക്കെ, റെഡി. ഇനി നമ്മൾ കറക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐസോ, നിയോ, സെക്ക്, എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. കോമൺ നെയിമിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കടക്കാനായിട്ട് പോവുകയാണ്. ചെറിയ ചെറിയ കുഞ്ഞ് എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് വലിയ വലിയ എക്സാംസിലോട്ട് കടക്കാം. വലിയ വലിയ പേരുകളൊക്കെ പറയുന്ന എക്സാമ്പിൾസിലോട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ 3 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ ആൻസർ നമ്മളിവിടെ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ അതിനെല്ലാം ആൻസർ ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി എന്ന് പറയുന്നതിൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എത്ര കാർബണുകളാണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാർബൺ ആണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ 2 കാർബൺ, ടെർഷ്യറി 3 കാർബൺ, ക്വാട്ടർണറി 4 കാർബണുകളുമാണ്. അല്ലെ, 4 കാർബണുകൾ ചുറ്റപ്പെട്ടിരിക്കുന്ന ക്വാട്ടർണറി എന്നൊക്കെ പറയാം. ഇനി ഇവർക്ക് ഞാൻ പേര് കൊടുക്കാൻ പോവുകയാണ്. പ്രൈമറി കാർബൺ ആണ്. പ്രൈമറി കാർബണിലാണ് ഒരു ബ്രാഞ്ച് ഉള്ളത്. പ്രൈമറി കാർബൺ വഴിയാണ് കണക്ട് ആവുന്നത് എന്ന കേസുകളിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് നോർമൽ എൻ ആണ്. എൻ ഇട്ട് റെപ്രസെന്റ്, എൻ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ എൻ ഇട്ട് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം ഓർത്ത് വെച്ചുള്ളൂ. ഒരു കാർബൺ ആണെങ്കിൽ പ്രൈമറി ആണെങ്കിൽ നമ്മൾ എൻ ഇട്ട് റെപ്രസെന്റ് ചെയ്യുക. എൻ പ്രൊഫൈൽ, എൻ ബ്യൂട്ടൈൽ എന്നൊക്കെയാണ് പറയുക. എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ സെക്കൻഡറി എന്ന് പറയുന്ന കേസ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡറി കാർബണിലാണ് കണക്ഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 2 പേരിട്ട് വിളിക്കും. ഒന്ന് ഐസോ എന്നും മറ്റൊന്ന് സെക്ക് എന്നും. ഐസോ എന്നും വിളിക്കും, സെക്ക് എന്ന് വിളിക്കും. എപ്പോഴാണ് ഐസോ വിളിക്കുക, എപ്പോഴാണ് സെക്ക് എന്ന് വിളിക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ടെർഷ്യറി കാർബണിലാണ്. ടെർഷ്യറി കാർബൺ എന്താണെന്ന് മനസ്സിലായല്ലോ. ടെർഷ്യറി കാർബൺ എന്താണ്? വേറെ 3 കാർബണാൽ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ടെർഷ്യറി കാർബൺ. ഈ ടെർഷ്യറി കാർബണിലാണ് ബ്രാഞ്ച് വേറെ ആളുകൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ വന്ന് കണക്ട് ആവുന്നത് എങ്കിൽ നമ്മൾ അതിനെ ടേർട്ട് എന്നാണ് പറയുക. ടെർഷ്യറി ടേർട്ട് എന്നാണ്. അപ്പോൾ ക്വാട്ടർണറി ആണെങ്കിൽ ക്വാട്ട് അല്ല, മറിച്ച് നിയോ എന്നാണ് പറയുക. ക്വാട്ടർണറി കാർബണിലാണ് വേറെ ഫംഗ്ഷണൽ ഗ്രൂപ്പോ മറ്റും കണക്ട് ആവുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ, ക്വാട്ടർണറി കാർബണിലുള്ള ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം? നിയോ എന്ന് വിളിക്കാം. റെഡി, നിയോ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് എൻ ആണ് പ്രൈമറി. സെക്കൻഡറി ആണെങ്കിൽ ഐസോ ഉണ്ട്, സെക്കൻഡ്. ടെർഷ്യറി ആണെങ്കിൽ ടേർട്ട എന്നും, ക്വാട്ടർണറി ആണെങ്കിൽ നിയോ എന്നുമാണ്. നിയോ എന്നുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി എൻ എന്ന് പറയുന്നത് വെച്ചിട്ടാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ലൈഡിലായിട്ട് ഓരോ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട്, ഒന്നിലധികം എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കുകയാണ്. ആദ്യം ഞാൻ ഇവിടെ ഒരു കോമ്പൗണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കിക്കേ, 1, 2, 3. ഇതിനെ എന്താ വിളിക്കുക? പ്രൊപ്പൈൻ എന്നാണ് വിളിക്കുക. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? പ്രൊപ്പൈൻ എന്ന് വിളിക്കും. നീണ്ടു നിവർന്ന് കിടക്കുന്ന, അതായത് ഒരു ബ്രാഞ്ചും ഇല്ലാതെ കിടക്കുന്ന ഇതിനെ നമ്മൾ നോർമൽ പ്രൊപ്പൈൻ എന്ന് വിളിക്കും. അതാണ് എൻ പ്രൊപ്പൈൻ. ഇതെന്താണ്? എൻ പ്രൊപ്പൈൻ. റെഡിയല്ലേ? റെഡിയല്ലേ? എൻ പ്രൊപ്പൈൻ. ഈ എൻ പ്രൊപ്പൈൻ എന്ന് പറയുന്നത് ഇവിടെ CH3 ആണ്. നോക്കണേ, ഇത് CH3, ഇത് CH2, ഇത് CH3 ആണ്. അതിലൊരു ഹൈഡ്രജൻ പോയിട്ട് CH2 എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ബ്രാഞ്ച് പോലെ കിടക്കുന്ന ഇത് വേറെ എങ്കിലും കണക്ട് ആകാൻ വേണ്ടി കിടക്കുന്നതല്ലേ. ഇത് നമ്മൾ പ്രൊപ്പൈൻ എന്നല്ല വിളിക്കുക, മറിച്ച് എന്താണ്? പ്രൊഫൈൽ എന്നാണ്. അല്ലെ, പ്രൊഫൈൽ എന്നാണ്. അതായത് ഈ 3 കാർബണുകളിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട്, ഏതെങ്കിലും ഒരു കാർബണിൽ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു ഹൈഡ്രജൻ പോയിട്ട് ഇങ്ങനെ കണക്ഷൻ വേണ്ടി നിൽക്കുന്ന ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഫൈൽ എന്ന് വിളിക്കാം. അത് നീണ്ടു നിവർന്ന് കിടക്കുന്ന വേറെ ബ്രാഞ്ചുകളൊന്നും ഇല്ലാത്ത ഇത് നമുക്ക് എന്ത് വിളിക്കാം? എൻ പ്രൊഫൈൽ എന്ന് വിളിക്കാം. എൻ പ്രൊഫൈൽ. ജനറലി ഇത് ആർ എന്ന് പറയുന്ന കേസാണെങ്കിൽ, നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ ആൽക്കൈൽ എന്ന് വിളിക്കാം. അല്ലേ, ആൽക്കൈൽ. ഇതൊക്കെ എന്തൊക്കെയാവാം ഇങ്ങനെ കിടക്കുന്നത്? 4 കാർബൺ ആണെങ്കിൽ ഇത് ബ്യൂട്ടൈൽ ആവാം, 5 കാർബണുകളാണെങ്കിൽ ഇത് പെന്റൈൽ ആവാം, 6 കാർബൺ ഹെക്സൈൽ ആവാം, 2 കാർബൺ ആണെങ്കിൽ ഈഥൈൽ ആവാം, 1 കാർബൺ ആണെങ്കിൽ മീഥൈൽ ആവാം. ഓക്കെ, വേറെ ബ്രാഞ്ച് ഒന്നും വരാതെ നേരിട്ട് നിവർത്തി കിടക്കുന്നത് നമ്മൾ എന്ന് പറയുക നോർമൽ പ്രൊഫൈൽ, നോർമൽ പ്രൊപ്പൈൻ എന്നൊക്കെയാണ് പറയുക. ഇനി ഈ ഭാഗത്ത് കണക്ട് ആവുന്നത് ആറാവാം, വേറെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ കണക്ട് ആവാം. ഇങ്ങനെ വേറെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ ഇവന്റെ കൂടെ കണക്ട് ആവാം. അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ OHO, ക്ലോറിനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇവിടെ കണക്ട് ആവാം. അങ്ങനെ കണക്ട് ആയാൽ ഇവന്റെ പേര് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് നോക്കിക്കേ, 1, 2, 3 കാർബണുകൾ നീണ്ടു കിടക്കുന്ന ഈ നോർമൽ ആയിട്ടുള്ള 3 കാർബണുകൾ നമുക്ക് എന്താണ് വിളിക്കുക? എൻ. ഇത് നമുക്ക് വിളിക്കാം എൻ പ്രൊഫൈൽ. അല്ലെ, എൻ പ്രൊഫൈൽ. തൊട്ടപ്പുറത്ത് ആരാണുള്ളത്? ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് വിളിക്കാം എൻ പ്രൊഫൈൽ ആൽക്കൈൽ. എൻ പ്രൊഫൈൽ ആൽക്കൈൽ. ഇത് വെച്ചുകൊണ്ട് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് കിടക്കുന്നുണ്ട് എൻ പ്രൊഫൈൽ ആൽക്കൈൽ. ഇനി ആറിന്റെ സ്ഥാനത്ത് ആൽക്കൈൽ ഗ്രൂപ്പുകൾ അല്ലാതെ OH വരാം, ക്ലോറിൻ വരാം, ബ്രോമിൻ വരാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് അവിടെ വരുന്നത് എന്നുണ്ടെങ്കിൽ മെത്ത എത്ത് പ്രൊപ്പ്, ഇത് പ്രൊഫൈലാണ്, നോർമൽ പ്രൊഫൈലാണ്. അപ്പൊ എൻ പ്രൊഫൈൽ ആൽക്കഹോൾ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? എൻ പ്രൊഫൈൽ ആൽക്കഹോൾ. കോമൺ നെയിം ആണ് പറയുന്നത്. ഈ ഒരൊറ്റ കോമ്പൗണ്ട് മാത്രമല്ല, ഇങ്ങനെ വരുന്ന കേസുകളെല്ലാം ഇങ്ങനെയാണ്. എൻ പ്രൊഫൈൽ ആൽക്കഹോൾ. ഇവിടെ 4 കാർബൺ ആണെങ്കിൽ എൻ ബ്യൂട്ടൈൽ ആൽക്കഹോൾ, 5 കാർബൺ ആണെന്നുണ്ടെങ്കിൽ എൻ ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇനി ഇവിടെ ക്ലോറിൻ ആണെങ്കിൽ എൻ പ്രൊഫൈൽ ക്ലോറൈഡ്. ഇവിടെ ബ്രോമിൻ ആണെന്നുണ്ടെങ്കിൽ എൻ പ്രൊഫൈൽ ബ്രോമൈഡ് എന്നാണ് പറയുക. ക്ലിയർ ആണ്? ഇനി ഈ 3 കാർബണുകളിൽ ഇത് പ്രൈമറി കാർബൺ ആണ്, ഇത് സെക്കൻഡറി കാർബൺ ആണ്.
അപ്പൊ ഇവിടെ കിടക്കുന്ന കാർബണിലാണ് ആ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ ആണ് നമ്മൾ എന്ത് പറയുക, എൻ പ്രൊഫൈൽ. ഇവിടെയാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നെങ്കിലോ അപ്പോഴും അത് എൻ പ്രൊഫൈൽ. രണ്ടാമത്തെ കാർബണിലാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നെങ്കിലോ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇപ്പോൾ കണക്ട് ആയിരിക്കുന്നത് സെക്കൻഡറി കാർബണിലാണ്. അതാണ് അടുത്ത കേസ് നമ്മൾ പറയാൻ പോകുന്നത്. സെക്കൻഡറി കാർബണിലാണ് കണക്ഷൻ വരുന്നെങ്കിലോ. നോക്കുക, 3 കാർബൺ ഇങ്ങനെ ഉണ്ട്. അതിൽ ആ പ്രൈമറി കാർബണിലാണ് കണക്ഷൻ വരുന്നെങ്കിൽ ഒന്ന് R എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ഗ്രൂപ്പോ വരികയാണെങ്കിൽ ഇത് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇത് നമുക്ക് എൻ പ്രൊഫൈൽ എന്നാണ് വിളിക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം എൻ പ്രൊഫൈൽ. ഇനി ആ 3 കാർബണുകളിൽ ഇടയിലാണ് വരുന്നത്, ഇടയിൽ ഒരു കാർബണിലാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നെങ്കിലോ ഈ കാർബണിലും അല്ല, ഈ 2 പ്രൈമറി കാർബണിലല്ല, ഈ സെക്കൻഡറി കാർബണിലാണ്. സെക്കൻഡറി കാർബണിലാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നെങ്കിൽ അവനെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോ എന്ന് വിളിക്കാം, സെക്ക എന്ന് വിളിക്കാം. 2 കേസ് നമ്മൾ വിളിക്കും ഐസോ. ഇപ്പൊ 3 കാർബൺ ഉണ്ട്, 3 കാർബണിൽ സെക്കൻഡറി കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പേരിലൂടെ അറിയിക്കുന്നത്? 3 കാർബൺ എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ, അതിൽ സെക്കൻഡറി കാർബണിലാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്നൊക്കെ വിളിക്കാം? ഒന്ന് സെക്കൻഡറി പ്രൊഫൈൽ, 3 കാർബൺ അല്ലേ, സെക്കൻഡറി പ്രൊഫൈൽ, സെക്ക് പ്രൊഫൈൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഐസോ പ്രൊഫൈൽ എന്ന് വിളിക്കാം. ഐസോ പ്രൊഫൈൽ എന്ന് വിളിക്കാം. എപ്പോഴാണ് ഐസോ പ്രൊഫൈൽ എന്ന് വിളിക്കുക, എപ്പോഴാണ് സെക്കൻഡറി പ്രൊഫൈൽ, സെക്ക് പ്രൊഫൈൽ എന്ന് വിളിക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതായത് ഈ സെക്കൻഡറി കാർബണിൽ കണക്ട് ആവുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, സെക്കൻഡറി കാർബണിൽ കണക്ട് ആവുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെയാണ് ഐസോ പ്രൊഫൈൽ എന്ന് പറയുക. ഐസോ പ്രൊഫൈൽ എന്ന് പറയുക. ഇനി സെക്കൻഡറി കാർബണിൽ കണക്ട് ആകുന്ന വേറെ വല്ല ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? സെക്കൻഡറി പ്രൊഫൈൽ എന്ന് വിളിക്കാം. അപ്പൊ സെക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് എപ്പോഴാണ് വിളിക്കുക? നോക്കിയേ, ഇവിടെ 1, 2, 3 കാർബൺ ഉണ്ട്. ഇത് പ്രൈമറി കാർബൺ, ഇത് സെക്കൻഡറി കാർബൺ ആണ്. ഈ സെക്കൻഡറി കാർബണിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതിനെ എന്താണ് വിളിക്കുക? ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് വന്നിരിക്കുന്നത്, വേറെ കാർബണുകളാണ് ഇവിടെ കണക്ട് ആയിരിക്കുന്നത് എങ്കിൽ സെക്കൻഡറി കാർബൺ ആണെങ്കിൽ ഇവിടെ ഐസോ പ്രൊഫൈൽ എന്നാണ് വിളിക്കുക. ഐസോ പ്രൊഫൈൽ. നേരെ മറിച്ച് ഇതേപോലെ തന്നെ 3 കാർബൺ ഉണ്ട് എങ്കിൽ അത് പ്രൊഫൈൽ, അതിൽ സെക്കൻഡറി കാർബണിലാണ് വരുന്നതെങ്കിൽ ഐസോ പ്രൊഫൈൽ എന്ന് വിളിക്കാം, സെക്കൻഡറി പ്രൊഫൈൽ എന്ന് വിളിക്കാം. പക്ഷേ ഈ സെക്കൻഡറി കാർബണിൽ കണക്ട് ആയത് ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇത് നമുക്ക് എന്ത് വിളിക്കാം? സെക്കൻഡറി പ്രൊഫൈൽ എന്ന് വിളിക്കാം. സെക്കൻഡറി പ്രൊഫൈൽ എന്ത്? സെക്കൻഡറി പ്രൊഫൈൽ ആൽക്കഹോൾ. അതായത് 3 കാർബണിൽ സെക്കൻഡറി കാർബണിൽ ആൽക്കഹോൾ, അതാണ് കാര്യം. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ 3 കാർബൺ, അതിൽ സെക്കൻഡറി കാർബണിൽ OH ഗ്രൂപ്പ്. ഇനി സെക്കൻഡറി പ്രൊഫൈൽ ക്ലോറൈഡ് ആണെങ്കിൽ ക്ലോറിൻ ആയിരിക്കും. ഇവിടെ ബ്രോമിൻ ആണെങ്കിലോ 3 കാർബൺ ഉള്ള പ്രൊഫൈലിൽ സെക്കൻഡറി കാർബണിൽ ഒരു ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ എന്നതാണ് ആ പേരിൽ നിന്ന് മീൻ ചെയ്യുന്ന കാര്യം. അപ്പൊ പ്രൈമറി കാർബണുകളിലാണെന്നുണ്ടെങ്കിൽ ലീനിയർ ആയിട്ട് കിടക്കുന്ന ആ കോമ്പൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ അവരെ നോർമൽ പ്രൊഫൈൽ എന്ന് വിളിക്കാം, നോർമൽ ബ്യൂട്ടൈൽ, നോർമൽ പെന്റൈൻ, നോർമൽ ഹെക്സൻ എന്ന് വിളിക്കാം. ഇനി അത് സെക്കൻഡറി കാർബണുകളിലാണ് ബ്രാഞ്ചസ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ന് വിളിക്കാം ഐസോ പ്രൊഫൈൽ എന്ന്, അല്ലെങ്കിൽ സെക്കൻഡറി പ്രൊഫൈൽ എന്ന്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ സെക്കൻഡറി പ്രൊഫൈൽ, സെക്ക എന്നും, ആൽക്കൽ ഗ്രൂപ്പുകളാണെങ്കിൽ ഐസോ എന്നാണ് വിളിക്കുക. ഇതെല്ലാം വെച്ചുകൊണ്ട് അവസാനം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ റെഡിയാവും. ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ വരുന്നെങ്കിൽ ക്ഷമയോടുകൂടെ കണ്ട് പോവുക, ക്ലിയർ ആക്കി തരാം മൊത്തമായിട്ട്. ഇനി അതേപോലെ ടേഴ്സറി കാർബണിലാണ് ബ്രാഞ്ച് വരുന്നെങ്കിലോ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം. 1, 2, 3, 4 നീണ്ടു നിവർന്ന് കിടക്കുന്ന 4 കാർബണുകൾ, അതിൽ പ്രൈമറി കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് എന്നുള്ള കേസ് എടുക്കുകയാണെങ്കിൽ 4 കാർബൺ ആണെങ്കിൽ അത് ബ്യൂട്ടൈലാണ്. 4 കാർബൺ ആണെങ്കിൽ അത് ബ്യൂട്ടൈലാണ്. ഇതൊരു നോർമൽ ബ്യൂട്ടൈൽ അല്ലേ, എൻ ബ്യൂട്ടൈൽ അല്ലേ, ഇത് എൻ ബ്യൂട്ടൈലാണ്. ഇതേപോലെ 4 കാർബണുകൾ, അതിൽ സെക്കൻഡറി കാർബണുകൾ 2 എണ്ണം ഉണ്ട് അല്ലേ, ഇതും സെക്കൻഡറി കാർബൺ ആണ്, ഇതും സെക്കൻഡറി കാർബൺ ആണ്. സെക്കൻഡറി കാർബണിലാണ് ബ്രാഞ്ച് വരുന്നതെങ്കിൽ, സെക്കൻഡറി കാർബണിലാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പോ വേറെ ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പോ വരുന്നെങ്കിൽ അത് നമ്മൾ എന്ന് വിളിക്കും? നിയോ എന്ന് വിളിക്കും, സെക്ക എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഐസോ എന്ന് വിളിക്കും അല്ലേ. ഇവിടെ നമ്മൾ ഐസോ എന്നും വിളിക്കും അല്ലെങ്കിൽ സെക്ക എന്ന് വിളിക്കും. അത് ഇവിടെ വരുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് 1, 2, 3, 4 കാർബൺ, അതിൽ സെക്കൻഡറിയിൽ ബോണ്ട് വരുന്ന കേസ്, സെക്കൻഡറിയിൽ വേറെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കേസ് എന്താ പറയാം? ഐസോ ബ്യൂട്ടൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറയാം. ഐസോ ബ്യൂട്ടൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറയാം. ഇനി 4 കാർബണുകൾ ഉണ്ട് ബ്യൂട്ടൈൽ, അതിലൊരു ടേഴ്സറി കാർബണും ഉണ്ട്. ടേഴ്സറി കാർബണിലാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നെങ്കിലോ, ഇത് പ്രൈമറി ആണ്, ഇത് പ്രൈമറി ആണ്. പക്ഷെ ഈ കാർബൺ എന്ന് പറയുന്നത് ടേഴ്സറി ആണ് അല്ലേ. ഈ കാർബണ് ചുറ്റും 1, 2, 3 കാർബണുകൾ ഉണ്ട്. അതിനാൽ തന്നെ ഈ കാർബണിനെ പറയുന്നത് ടേഴ്സറി കാർബൺ ആണ്. ഈ ടേഴ്സറി കാർബണിൽ ഉള്ളതിലാണ് വേറെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് മറ്റൊക്കെ വന്ന് കണക്ട് ആവുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം
ടേർട്ട് എന്ന് പറയാം. ടേർട്ട് 1 2 3 4 4 കാർബൺ ഉള്ള ടെർഷ്യറി കാർബൺ ഉള്ള ഈ കോമ്പൗണ്ടിനെ പറയുന്നത് ടേർട്ട് ബ്യൂട്ടൈൽ. ഇതിനെ ടേർട്ട് ബ്യൂട്ടൈൽ എന്ന് പറയും. ഈ ഇവിടെ വന്ന് കണക്ട് ആവുന്ന വേറെ ആൽക്കൈൽ ഗ്രൂപ്പുകളാണെങ്കിലും വേറെ ഫംഗ്ഷൻ ഗ്രൂപ്പുകളാണെങ്കിലും എല്ലാം തന്നെ ടേർട്ട് ബ്യൂട്ടൈൽ എന്ന് പറയുക. വേറെ പേരില്ല, ടേർട്ട് മാത്രമേ ഉള്ളൂ. സെക്കൻഡറിയിൽ മാത്രമാണ് ഈ 2 പേര് വരുന്നത്. ബാക്കി എല്ലാത്തിലും ടേർട്ട് മാത്രമേ ഉള്ളൂ, നിയോ മാത്രമേ ഉള്ളൂ, എൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക 1 2 3 4 5 5 കാർബൺ ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. 1 2 3 4 5 5 കാർബൺ ഉണ്ട്. എന്ത് വിളിക്കാം? ഇതിനെ പെന്റൈൽ എന്ന് വിളിക്കാം. അതിൽ ടെർഷ്യറി കാർബൺ ഉണ്ട്. അപ്പൊ ഇത് ടേർട്ട് പെന്റൈൽ അല്ലേ? തേർഡ് പെന്റൈൽ. തേർഡ് പെന്റൈൽ. റെഡി? ഇനി അടുത്ത് ഇവിടെ എന്താണ് ആൽക്കിൻ അനുസരിച്ച് പേര് അവിടെ ഇട്ട് കൊടുക്കുക. ഇനി 1 2 3 4 5 5 കാർബൺ ഉണ്ട്. 5 കാർബൺ ഉണ്ടെങ്കിൽ പെന്റൈൽ. പെന്റൈൽ ടെർഷ്യറി കാർബൺ അല്ലേ ഇവിടെ? ടെർഷ്യറി കാർബൺ അല്ലേ ഇത്? എങ്കിൽ നമുക്ക് ക്യൂ അല്ലേ, ടി അല്ലേ? ടെർഷ്യറി കാർബണിലല്ലേ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? തേർഡ് പെന്റൈൽ. ടെർഷ്യറി പെന്റൈൽ ആൽക്കഹോൾ. തേർഡ് പെന്റൈൽ ആൽക്കഹോൾ. തേർഡ് പെന്റൈൽ ആൽക്കഹോൾ. ഇതേപോലെ 5 കാർബൺ ടെർഷ്യറി കാർബൺ ഉണ്ട്, അതിലൊരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ തേർഡ് പെന്റൈൽ ക്ലോറൈഡ്, തേർഡ് പെന്റൈൽ ബ്രോമൈഡ് എന്നൊക്കെയാണ് വരിക. അപ്പൊ ടെർഷ്യറി കാർബൺ ഉണ്ട് എന്ന് വിചാരിക്കുക. 5 കാർബൺ ഉണ്ട്, ടെർഷ്യറി കാർബൺ ഉണ്ട്, ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉറപ്പിക്കാമെന്നാണ്. തേർഡ് എത്ര കാർബൺ? 1 2 3 5 തേർഡ് പെന്റൈൽ ആൽക്കഹോൾ ആണ് ഈ ആളുകൾ. ഇനി അടുത്ത ലെവലിലോട്ട് കിടക്കുകയാണ് ക്വാട്ടേണൽ. ക്വാട്ടേണൽ എത്ര വേണം? ഒരു കാർബൺ ചുറ്റും 4 കാർബൺ ഉണ്ടായിരിക്കണം അല്ലെ? 4 കാർബണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാർബൺ, ക്വാട്ടേണറി കാർബൺ അതിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത കേസ് കിടക്കാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും ഒന്നും കൂടെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് അതിലോട്ട് കിടക്കാം. 1 2 3 4 5 5 കാർബണുകൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഉറപ്പിക്കാം ഇതെന്താണ്? നോർമൽ പെന്റൈൽ ആണ് അല്ലെ? പേര് പറഞ്ഞേ നോർമൽ പെന്റൈൽ. 1 2 3 4 5 5 കാർബണുകളിൽ സെക്കൻഡറി കാർബണിലാണ് ബ്രാഞ്ചുകൾ വരുന്നതെങ്കിൽ, ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നെങ്കിൽ ഇതിനെന്ത് പറയാം നമുക്ക്? ഇവിടെ ഓക്കെ, ഇവിടെ വന്നാലും അത് സെക്കാണ്, ഇവിടെ വന്നാലും സെക്കൻഡ്. ഇതെല്ലാം സെക്കൻഡറി ആണ് അല്ലേ? അതിനൊക്കെ വേഗം നമ്പർ കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെയും ഇവിടെയൊന്നും അല്ലാതെ ഇടയിലുള്ള കാർബണുകളിലാണ് ബ്രാഞ്ചുകളോ വേറെ വല്ല ഫംഗ്ഷൻ ഗ്രൂപ്പോ ഒക്കെ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് സെക്കൻഡറി 1 2 3 4 5 അല്ലേ? സെക്കൻഡറി പെന്റൈൽ അല്ലെങ്കിൽ ഐസോ പെന്റൈൽ എന്നാണ് പറയുക. ഇത് ഒന്നുകിൽ ഐസോ പെന്റൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ സെക്കൻഡറി പെന്റൈൽ എന്ന് പറയാം. ഫംഗ്ഷൻ ഗ്രൂപ്പാണ് വരുന്നെങ്കിൽ സെക്കൻഡറി പെന്റൈലും, വേറെ വല്ല ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നെങ്കിൽ ഐസോ പെന്റൈലുമാണ് ഉണ്ടായിരിക്കും. ഇനി 1 2 3 4 5 5 കാർബണുകൾ ഉണ്ട്. ഇത് ടെർഷ്യറി കാർബൺ ആണ്. ടെർഷ്യറി കാർബണിൽ വേറെ വന്ന കണക്ഷൻ വരുന്നുണ്ട്. ഇവിടെ 6 വരാം, അല്ലെങ്കിൽ വേറെ വല്ല ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ വരാം. അപ്പൊ ടെർഷ്യറി കാർബണിലാണ് കണക്ടെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ടെർഷ്യറി അല്ലെങ്കിൽ ടേർട്ട് അല്ലേ? ടേർട്ട് 1 2 3 4 5 5 തേർഡ് പെന്റൈൽ. തേർഡ് പെന്റൈൽ ഓക്കെ അല്ലേ? ഇനി ഈ കാർബണിന്റെ പ്രത്യേകത നോക്കിക്കേ. ഈ കാർബൺ ചുറ്റും 1 2 3 4 കാർബണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ക്വാട്ടേണറി കാർബൺ ആണ്. ക്വാട്ടേണറി കാർബൺ ആണ്. നോക്കണേ, ഈ ക്വാട്ടേണറി കാർബൺ ഇത് ഫുൾ ഒരു സെറ്റാണ്. ഈ ക്വാട്ടേണറി കാർബണുള്ള ഈ സെറ്റിലോട്ടാണ്, ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഒരു ഭാഗം, ഈ ക്വാട്ടേണറി കാർബണുള്ള ഈ ഒരു സെറ്റിലോട്ടാണ് നമ്മുടെ വേറെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്ന് കണക്ട് ആവുന്നത്, അല്ലെങ്കിൽ വേറൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്ന് കണക്ട് ആവുന്നത്. ഇങ്ങനെ ക്വാട്ടേണറി കാർബണാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇവിടെയുള്ള ഈ 5 ആൾക്കാരും ചേർത്തിരിക്കുന്ന ഇതിലോട്ടാണ് വേറെ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഈ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാക്കാണ്, ഒരു സെറ്റാണ്. ഓക്കെ, അപ്പൊ ക്വാട്ടേണറി കാർബൺ എന്ന് പറയുന്ന ഈ കാർബൺ ഉള്ള ഈ ഒരു സെറ്റിലോട്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കണക്ട് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതേപോലെ ഈ 5 കാർബൺ അല്ല ക്വാട്ടേണറി കാർബൺ ഉള്ള ഇവരിലോട്ട് ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് കണക്ട് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ന് പറയുക, ക്വാട്ടേണറി കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താണ് പറയുക? നിയോ എന്നാണ് പറയുക അല്ലെ? നിയോ. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 5 കാർബൺ ക്വാട്ടേണറി കാർബൺ ഉണ്ട് എങ്കിൽ നിയോ പെന്റൈൽ. നിയോ പെന്റൈൽ. റെഡി? നിയോ പെന്റൈൽ. ഇതേപോലെ ഇവിടെ ഇരിക്കുന്നു 5 കാർബൺ ഉണ്ട്, ക്വാട്ടേണറി കാർബൺ ഉണ്ട്. നിയോ പെന്റൈൽ. നിയോ പെന്റൈൽ ഏതാണിത്? ആൽക്കഹോൾ. നിയോ പെന്റൈൽ ആൽക്കഹോൾ എന്നാണ് പറയുക. നിയോ പെന്റൈൽ ആൽക്കഹോൾ. അപ്പോൾ ഇതാണ് ഐസോ, എൻ, സെക്, ടേർട്ട്, നിയോ എന്ന് പറയുന്ന കേസുകളെല്ലാം തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായിരിക്കുന്നത് ആ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? 1 2 കോമ്പൗണ്ട്സിന് പേര് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് കാണുന്ന, വിശ്രമിച്ച് കാണുന്ന ഈ കോമ്പൗണ്ടുകൾക്കൊക്കെ പേര് കൊടുക്കാം, കോമൺ നെയിം കൊടുക്കാം. എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണേ.
നമ്മൾ പാരന്റ് ചെയിൻ കണ്ടുപിടിക്കുന്നു, ബ്രാഞ്ച് ചെയിൻ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ലോങ്ങസ്റ്റ് ചെയിൻ നമ്പർ കൊടുക്കുന്നു, ലീസ്റ്റ് നമ്പർ എടുക്കുന്നു, ആ കാര്യങ്ങൾക്ക് അറിയാം. അതൊക്കെ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങോട്ടും അവിടെ ഇങ്ങോട്ടും നമ്പർ കൊടുക്കുമ്പോൾ ഏറ്റവും ചെറിയതായിട്ട് വരുന്നത് ഏതാ നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 ഇങ്ങനെ 7 കാർബൺ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം ഇതിനെ? ഇത് നമുക്ക് ഹെപ്റ്റൈൻ എന്ന് വിളിക്കാം. ആണോ? ഇത് നമുക്ക് ഹെപ്റ്റൈൻ എന്ന് വിളിക്കാം. ഹെപ്റ്റൈനിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലും 4ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. 4ാമത്തെ കാർബണിലെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താണ്? ഒന്ന് പറഞ്ഞേ. ഇത്രയും ഭാഗം സി 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഞാനൊരു ഗ്രീൻ കളറിൽ കൊടുക്കാം. ഈ ഗ്രീൻ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് 6 ആയിട്ട് കൊടുക്കുന്നു. ഇത്രയും ഭാഗം എന്തായിട്ട് കൊടുക്കുന്നു? 6 ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ സി 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 എന്ന് പറയുന്നതിൽ 6 കണക്ട് ആയിരിക്കുകയാണ്. ഇവന്റെ പേരെന്താ? 1 2 3 കാർബൺ ആണെങ്കിൽ പ്രൊഫൈലാണ്. പ്രൊഫൈൽ അതും സെക്കൻഡറി കാർബണിലാണ് കണക്ഷൻ വന്നിരിക്കുന്നത് അല്ലേ? നോക്കൂ, സെക്കൻഡറി കാർബണിലാണ് കണക്ഷൻ വന്നിരിക്കുന്നത്. കണക്ഷൻ ഉണ്ടായിരിക്കുന്ന കാർബൺ സെക്കൻഡറി കാർബൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? ഇത് എന്ത് പ്രൊഫൈൽ എന്ന് വിളിക്കാം? ഐസോ പ്രൊഫൈൽ. ഇത് ഐസോ പ്രൊഫൈൽ ആണ്. ഇവനെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോ പ്രൊഫൈൽ എന്ന് വിളിക്കാം. ഈ ഐസോ പ്രൊഫൈൽ ആരിലാണ് കണക്ട് ആയിരിക്കുന്നത്? ഹെപ്റ്റൈനിലാണ് കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ ഹെപ്റ്റൈനിൽ ഒരു ഐസോ പ്രൊഫൈൽ, ഹെപ്റ്റൈനിൽ ഒരു ഐസോ പ്രൊഫൈൽ. ഓക്കെ അല്ലേ? ഈ ഐസോ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ആയാലും 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 നമ്മൾ എന്താ വിളിക്കുക? ഐസോ പ്രൊഫൈൽ ഹെപ്റ്റൈൻ എന്ന് പറയും. അപ്പൊ ഈ ഐസോ പ്രൊഫൈൽ എന്ന് പറയുന്നവൻ എത്രാമത്തെ കാർബണിലാണ് കണക്ട് ആയിരിക്കുന്നത് എന്നൂടെ പറയണം. 4ാമത്തെ കാർബണിലാണ്. 4ാമത്തെ കാർബണിലാണ്. അപ്പോൾ പേരിങ്ങനെയാണ്: 4ാമത്തെ കാർബണിൽ ഐസോ പ്രൊഫൈൽ ഉള്ള ഹെപ്റ്റൈൻ. 4 ഐസോ പ്രൊഫൈൽ ഹെപ്റ്റൈൻ. ഇവിടെ 4 ഐസോ പ്രൊഫൈൽ ഹെപ്റ്റൈൻ. ക്ലിയർ ആണോടാ? അടുത്തത് ലോങ്ങസ്റ്റ് ചെയിൻ നമുക്ക് നോക്കാം. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ആ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും നമ്പർ കൊടുക്കാൻ പറ്റും? ഇല്ല. ഇത് ആൽക്കീൻ ആണ്. ഡബിൾ ബോണ്ടുള്ള ആൽക്കീൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്പർ അവിടെ നിന്ന് ഇങ്ങോട്ടേ കൊടുക്കാൻ പറ്റില്ല. ഡബിൾ ബോണ്ട് ഉള്ളത് ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിന് ലീസ്റ്റ് നമ്പർ വരണം അല്ലേ? അപ്പൊ ഇതിന് 1 എന്നും ഇതിന് 2 എന്നും ഇതിന് 3 ഇത് 4 ഇത് 5 ഇത് 6 ഇത് 7. അപ്പൊ ഇവിടെ നിങ്ങൾ നമ്പർ കൊടുക്കുമ്പോൾ 4ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. ഇവന്റെ പേരെന്താ? മെയിൻ ചെയിന്റെ പേരെന്താ? ഹെപ്റ്റീൻ ആണ്. ഇവന്റെ പേര് ഹെപ്റ്റീൻ. ഹെപ്റ്റീൻ ഡബിൾ ബോണ്ട് 1ാമത്തെ കാർബണിലായതുകൊണ്ട് തന്നെ ഹെപ്റ്റ് 1 കൊടുക്കേണ്ടി വരില്ല, ഹെപ്റ്റീൻ തന്നെ കൊടുക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗം ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. ഇനി ഇവന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത്, ഇവൻ കണക്ട് ആയിരിക്കുന്ന ഈ കാർബണിന്റെ പ്രത്യേകത എന്താ? ഇവൻ ഒരു ടേഴ്സറി കാർബൺ അല്ലേ? ഇവനൊരു ടേഴ്സറി കാർബൺ അല്ലേ? ടേഴ്സറി കാർബൺ അല്ലേ? ഈ ആളുടെ മാത്രം പേരൊന്ന് പറഞ്ഞേ. ഞാൻ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യാം. ഈ ആളുടെ മാത്രം പേരൊന്ന് പറഞ്ഞേ. 4 കാർബൺ, അതിൽ ടേഴ്സറി കാർബണിൽ കണക്ഷൻ. അപ്പോൾ 1 2 3 4 4 കാർബൺ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടൈൽ. ടേഴ്സറി കാർബണിൽ കണക്ഷൻ വന്നിട്ട് തേർഡ് ബ്യൂട്ടൈൽ. തേർഡ് ബ്യൂട്ടൈൽ ഹെപ്റ്റീൻ. തേർഡ് ബ്യൂട്ടൈൽ ഹെപ്റ്റീൻ. അപ്പൊ ഇത് തേർഡ് ബ്യൂട്ടൈൽ ഹെപ്റ്റീൻ ആണ്. ഈ തേർഡ് ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ കാർബണിലാണ്? 1 2 3 4 4ാമത്തെ കാർബണിലാണ്. എങ്കിൽ ഇവന്റെ പേര് 4 തേർഡ് ബ്യൂട്ടൈൽ ഹെപ്റ്റീൻ ആണ്. റെഡി? 4 തേർഡ് ബ്യൂട്ടൈൽ ഹെപ്റ്റീൻ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കുറച്ചും കൂടെ വലിയൊരു ചോദ്യം തരട്ടെ, വലിയൊരു ആളെ തരട്ടെ. ഇതാ പിടിച്ചു. ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ ഇവനെങ്ങനെ നമ്മൾ പേര് കൊടുക്കുക? ഇവനെങ്ങനെ പേര് കൊടുക്കുക? ലോങ്ങസ്റ്റ് ചെയിൻ. ഇതാ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യാം. ലോങ്ങസ്റ്റ് ചെയിൻ അതൊരു ആൽക്കൈൻ ആണ്. ട്രിപ്പിൾ ബോണ്ടുള്ള ആൽക്കൈൻ ആണ്. ലീസ്റ്റ് നമ്പർ വരത്തക്ക രീതിയിൽ ഒരു നമ്പർ കൊടുക്കുന്നു. അപ്പൊ 2 3 4 5 6 7 8. ഇവര് പേര് ഒക്ടൈൻ ആണ്. ആണേ, ഇത് ഒക്ടൈൻ ആണ്. ഇത് ഒക്ടൈൻ ആണ്. ഒക്ടൈനുള്ള ബ്രാഞ്ച് ആരാണ് എന്താണെന്ന് നോക്കിക്കേ. 1 2 3 4 5 5 കാർബൺ ഉള്ള ക്വാട്ടേണറി കാർബൺ ഉള്ളവനാണ്. ആണോ? ക്വാട്ടേണറി കാർബൺ ഉള്ള 5 കാർബൺ ഉള്ള ഈ 5 കാർബൺ ഉണ്ട്, അതിൽ ക്വാട്ടേണറി കാർബൺ ഉണ്ട്. ഉറപ്പിക്കാൻ പറ്റുന്നത് എന്താണ്? നിയോ. നിയോ 1 2 3 4 5 നിയോ പെൻറ്റൈൽ അല്ലേ? നിയോ പെൻറ്റൈൽ. നിയോ പെൻറ്റൈൽ. അപ്പൊ നിയോ പെൻറ്റൈൽ എന്ന് പറയുന്നവൻ ഒക്ടൈനിൽ ഉണ്ട്. റെഡി? എത്രാമത്തെ കാർബണിലാണുള്ളത്? 5ാമത്തെ കാർബണിൽ. 5 നിയോ പെൻറ്റൈൽ ഒക്ടൈൻ. ക്ലിയർ ആണോ? 5 നിയോ പെൻറ്റൈൽ ഒക്ടൈൻ എന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് നോക്കുക. ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാലോ ഒരു കോമ്പൗണ്ടിന്റെ പേര് കണ്ടാലോ നിങ്ങൾ ആരും തന്നെ ബേജാറാവരുത്. വളരെ ഈസിയാണ് കോമൺ നെയിമിംഗ് എന്ന് പറയുന്നത്.
ഈ സംഭവം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, താല്പര്യത്തോടുകൂടി നിങ്ങൾക്ക് അത് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ കൂടുതൽ ടോപ്പിക്സ് ഏതൊക്കെയാണ് വേണ്ടെന്നുള്ള താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മാക്സിമം ആളുകളോട് ഷെയർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ ഒട്ടും മരിക്കരുത്. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സും ഞാൻ ഷെയർ ചെയ്യാം. ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ അടിപൊളിയായി തന്നെ എല്ലാം പഠിച്ചു തീർത്തുകൊണ്ട് എക്സാമിനെ സമീപിക്കും. ഓൾ ദ വെരി ബെസ്റ്റ് ഗായ്സ്.